ക്രൈസ്തവർക്കെതിരെ RSS മുഖവാരികയായ കേസരിയിൽ ലേഖനം. ക്രൈസ്തവ മിഷണറിമാരെ രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ലേഖനം. ആളുകളെ സായുധ ഭീകരവാദത്തിലേക്ക് മിഷണറിമാർ നയിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കാതിരിക്കാൻ ക്രൈസ്തവ നേതൃത്വം അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തിയെന്നും ലേഖനം ആരോപിക്കുന്നു. സംസ്ഥാനത്ത് ക്രൈസ്തവ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒപ്പം നിർത്താൻ BJP വക പരിശ്രമം. ഇതിനിടെ RSS വാരികയിൽ ക്രൈസ്തവ മിഷണറിമാരെയും സഭാ നേതൃത്വത്തെയും കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി ലേഖനം. മിഷണറിമാരും അവർ വഴി മതം മാറിയവരും രാജ്യദ്രോഹികളെന്ന് ലേഖനം പറയുന്നു. മിസോറാം, ഒഡീഷ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സായുധ കലാപത്തിന് മിഷണറിമാർ അതിവിപ്ലവ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്തുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ES ബിജുവിന്റെ ലേഖനം പറയുന്നു. വൈദികരും കന്യാസ്ത്രീകളും മതപരിവർത്തനം നടത്തുന്നവരാണെന്ന വിമർശനവുമുണ്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും വിവാദങ്ങളുമാണ് ലേഖനത്തിന്റെ ആധാരം. ചെന്നുകയറിയിടത്തെല്ലാം സംസ്കാരങ്ങളെ നശിപ്പിച്ച പാരമ്പര്യമാണ് ക്രൈസ്തവ മതത്തിനുള്ളതെന്ന് ലേഖനത്തിൽ ആരോപിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് തുടർച്ച ലഭിക്കാതിരിക്കാൻ ക്രൈസ്തവ നേതൃത്വം അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം നൽകിയെന്ന ആരോപണവും ലേഖനത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സ്വാധീനിച്ച് CSR ഫണ്ടുകളും കേന്ദ്ര പദ്ധതികളും ക്രൈസ്തവർ സ്വന്തമാക്കിയെന്ന വിമർശനവും ലേഖനത്തിലുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.